നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സുരക്ഷയും സ്ഥിരമായ സമ്പാദ്യശീലവും ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു മികച്ച നിക്ഷേപ മാർഗത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വലിയ റിസ്ക് എടുക്കാതെ ചെറിയ തുകയിലൂടെ തുടങ്ങി ഭാവിയിൽ വലിയ ഫണ്ടായിട്ട് മാറ്റാൻ കഴിയുമോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അതെ, അത് സാധ്യമാണ്. അതിൽ ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നാണ് പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ്, അതായത് RD എന്ന് പറയുന്നത്. ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ അത് വിശദമായിട്ട് നോക്കാൻ പോകുന്നു. RD എന്താണ്, എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്ര നിക്ഷേപിച്ചാൽ എത്ര കിട്ടും, 5 വർഷം vs 10 വർഷം, ലോൺ സൗകര്യം, പ്രിമേച്ചർ ക്ലോഷർ, ആർക്കെല്ലാം നിക്ഷേപിക്കാം, റിയൽ ലൈഫ് കണക്കുകൾ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ടിപ്പുകൾ. ഇതൊരു സാധാരണ വീഡിയോ മാത്രമല്ല, നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ക്ലാസ് തന്നെയാണ്. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. നിങ്ങൾ ഓരോ മാസവും ഒരു നിശ്ചിത തുക നിക്ഷേപിക്കുന്നു. ഒരു നിശ്ചിത കാലാവധി, സാധാരണയായിട്ട് 5 വർഷത്തെ കാലാവധിയാണ്. അതിന് പലിശ ലഭിക്കുന്നു. കാലാവധി പൂർത്തിയായാൽ വലിയൊരു തുക നിങ്ങൾക്ക് ലഭിക്കും. ഇത് സാധാരണക്കാരുടെ ഡിസിപ്ലിൻഡ് സേവിംഗ് ടൂളാണ്. എന്തുകൊണ്ടാണ് RD മികച്ചതെന്ന് പറയുന്നത്? ചെറിയ തുക മുതൽ തുടങ്ങാം. അതായത് 100 രൂപ മുതൽ നിങ്ങൾക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഫിക്സഡ് ഇൻകം ആളുകൾക്ക് പറ്റിയതാണ്. റിസ്ക് വളരെ കുറവാണ്. സർക്കാർ പിന്തുണയുള്ള ഒരു സ്കീമാണിത്. പോസ്റ്റ് ഓഫീസ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഇന്ത്യയിലെ വളരെ വിശ്വസനീയമായ ഒരു സ്കീമാണ്. ഇതിലെ പ്രധാന പ്രത്യേകതകൾ: കുറഞ്ഞ നിക്ഷേപം 100 രൂപ മുതലാണ്. പരമാവധി പറഞ്ഞിട്ടില്ല, നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഇതിലെ കാലാവധി 5 വർഷമാണ്. പിന്നീട് നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. ഇതിൽ ലഭിക്കുന്ന പലിശ ഏകദേശം 6.5% മുതൽ 7% വരെയാണ്. സർക്കാർ ഗ്യാരണ്ടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു റിസ്ക്കും അതും പേടിക്കേണ്ടതില്ല. ഇതിലോട്ട് ഇനി ആർക്കെല്ലാം നിക്ഷേപിക്കാമെന്നത് നോക്കാം. ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു സ്കീമിലേക്ക് തുക നിക്ഷേപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വ്യക്തിഗത അക്കൗണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ജോയിന്റ് അക്കൗണ്ടും ഇതിലെടുക്കാം. വ്യക്തിഗതയോ ജോയിന്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. മൈനർ അക്കൗണ്ട് 18 വയസ്സിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് എങ്ങനെ 25 ലക്ഷം രൂപ നേടാം എന്നതാണ്. ഇതാണ് എല്ലാവർക്കും പ്രധാന സംശയം. എങ്ങനെ 25 ലക്ഷം രൂപ നേടാം? അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഓരോ മാസവും 15,000 രൂപ നിക്ഷേപിക്കുന്നു. 10 വർഷം അത് എക്സ്റ്റെൻഡ് ചെയ്ത് തുടരും. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 15,000 രൂപയാണ്. അത് നിങ്ങൾ 120 മാസം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 18 ലക്ഷം രൂപയാണ്. ഇൻട്രസ്റ്റ് വരുമ്പോൾ 7,50,000 രൂപയാണ്. ടോട്ടൽ മെച്യൂരിറ്റി ഏകദേശം 25 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ഇത്ര രൂപ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതാണ്. ഇനി 5 വർഷമാണ് നിങ്ങൾ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഇടുന്നതാണെങ്കിൽ 15,000 രൂപ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ 60 മാസമാണ്. നിങ്ങൾക്ക് ആകെ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയാണ്. ഇത് പലിശയോടെ ഏകദേശം 10.7 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു തുക 10 വർഷം നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 18 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൂടുതൽ സമയം, കൂടുതൽ പലിശ. ഇനി ഇതിൽ എമർജൻസി സൗകര്യം ലഭിക്കുന്നതാണ്. അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് RDയിൽ 1 വർഷത്തിന് ശേഷം ലോൺ എടുക്കാം. നിക്ഷേപത്തിന്റെ 50% വരെ നിങ്ങൾക്ക് ലോണായിട്ട് ലഭിക്കും. നിങ്ങൾ 2 ലക്ഷം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം വരെ ലോൺ ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് പ്രിമേച്ചർ ക്ലോസിയർ ആണ്. നിങ്ങൾക്ക് അക്കൗണ്ട് അടയ്ക്കേണ്ടി വന്നാൽ അതിനും സൗകര്യമുണ്ട്. പക്ഷേ ചില പലിശ ഇതിൽ നിന്നും കുറയുന്നതാണ്. അടിയന്തരമായി മാത്രം നിങ്ങൾക്ക് ഇതിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കാം. സുഹൃത്തുക്കളെ, വലിയ പണം സമ്പാദിക്കാൻ വലിയ വരുമാനം മാത്രം വേണ്ട, ശരിയായ ശീലം മതിയാകും. പോസ്റ്റ് ഓഫീസ് RD പോലുള്ള സ്കീമുകൾ സുരക്ഷ ഉറപ്പാക്കാം, ശാസ്ത്രീയ സമ്പാദ്യവും ഉറപ്പുള്ള വളർച്ചയുമാണ്. ഇന്ന് തന്നെ ആരംഭിക്കുക. ചെറിയ തുക വലിയ ഭാവി നിങ്ങൾക്ക് ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.